ഹലോ, ഇറ്റ്സ് മീ ഹെൽത്ത് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു വ്ളോഗാണ്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹെൽസിംഗ്പൂർ പോവാണ്. ഇപ്പോൾ രാവിലെ ഒരു 9:45 ആയിട്ടുണ്ട്. ആൻഡ് ഇന്ന് April 20th ആണ്. സോ ഹെൽസിംഗ്പൂർ പോകണം എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഞാനുണ്ട്, ആതിരയുണ്ട്, ആതിരൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ലൈല ഉണ്ട്, ലൈലയുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അസാലേൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. എന്നാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, മലയാളം പഠിപ്പിച്ച്. അപ്പോൾ പുള്ളിക്കാരിൻ്റെ അടുത്തേക്കാണ് പോണത്. ആൻഡ് ഇവരൊക്കെ ഞാൻ കണക്ട് ചെയ്തത് ത്രൂ ലോറയാണ് എനിക്ക് ലൈലേനെ മീറ്റ് ചെയ്യിപ്പിച്ച് തന്നത്. ഇന്നിപ്പം ടെമ്പറേച്ചർ വലിയ അടിപൊളി ടെമ്പറേച്ചറൊന്നുമല്ല, 3 degrees ആണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്ക് എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത്യാവശ്യം ലെയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം പുറത്തൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് വേഗം ബസ് സ്റ്റോപ്പിലേക്ക് പോയി നോക്കാം. ഇൻ 5 minutes ബസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബസ് എടുക്കാം. എന്നിട്ട് നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. മോർണിംഗിന് മുന്നേ ചെറിയൊരു മോർണിംഗ് റീക്യാപ്പ് ആയാലോ. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണോ നേരത്തെ എണീറ്റത്. നല്ല വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു, സ്പ്രിംഗ് ഒക്കെ അല്ലേ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ടോപ്പും പാൻറ്റും എല്ലാം അങ്ങനെയാണ് കേട്ടോ, ഷൂവും എല്ലാം അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി ഞാൻ ഇലോൺ സെൻട്രലിലേക്ക് പോവാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് വേണം ഹെൽസിംഗ്ബർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരു 30 minutes ഒക്കെയാണ് ട്രെയിൻ ടൈം എടുക്കുക. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം ആതിരേനെയും മഹേഷിനെയും കണ്ടു. എന്നിട്ട് നമ്മൾ ഇതേ ട്രെയിനിലൊക്കെ കയറി പോണ വഴി നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ ക്ലൗഡ്സ് ഒക്കെ കണ്ടില്ല, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഹെൽസിംഗ്ബർഗ് എത്തി. ഞാനിവിടെ ആകെ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് സ്ഥലത്തിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് സ്റ്റോർട്ടോർഗെറ്റ് വഴിയാണ് നമ്മൾ പോണത് അസാലേൻ്റെ അങ്ങോട്ടേക്ക്. ഈ ഒരു ഹെൽസിംഗ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി നോർഡിക്സിലുള്ള വളരെ പഴയ ഒരു സിറ്റിയാണ്. 14th century ഇത് ഡെൻമാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഈ ഹെൽസിംഗ്ബർഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്വീഡൻ്റെ കീഴിലായി. ട്യൂലിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കാണാം. ദ ടെറസ് സ്റ്റെയർസ് എന്നാണ് ഇതിന് പറയുക. അങ്ങനെ ഈ കോണിയൊക്കെ കയറി നമ്മൾ നേരെ എത്തുന്നത് ഷോണൻ ടവറിന്റെ മുന്നിലാണ്. ഇതിന്റെ മുകളിൽ കയറി നമുക്ക് ഹെൽസിംഗ്ബർഗ് മുഴുവൻ കാണാം. അതല്ലാന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ടിലായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പോയി നിന്നാലും നമുക്ക് അത്യാവശ്യം ഹെൽസിംഗ്ബർഗ് ഫുള്ള് കാണാം. ഒറിസോൺ ബ്രിഡ്ജ് ഒക്കെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചുമ്മാ ആ ഒരു പാർക്കിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലമൊക്കെ കണ്ട് നടന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അസാലേന്റെ ബ്ലോക്കിലെത്തി. ആ മുകളിൽ നിൽക്കുന്നതാണ് അസാല. അവളിതേ നമുക്ക് കീ ഒക്കെ എറിഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ കീ ഒക്കെ കളക്ട് ചെയ്തിട്ട് ലിഫ്റ്റിൽ കയറിയത് അസാലേന്റെ കോറിഡോറിലെത്തി. ആളുടെ കോറിഡോർ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ. അപ്പുറത്ത് കടലും ചുറ്റും നല്ല രസമുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇവരുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നു. അപ്പം നേരത്തെ നമുക്ക് കീ എറിഞ്ഞു തന്ന പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കീ എറിഞ്ഞു കൊടുത്തു. അങ്ങനെ അവരും വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. ഒരു 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1 മണിക്കൂറൊക്കെ ഇരുന്ന് കഥ പറഞ്ഞു കേട്ടോ. ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഫുഡിനുള്ള ടൈമായി. ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. അസാലയും ലേലയും കൂടെയാണ് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടം പോലെ ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഡിഷസും ആയിരുന്നു. അവൾ ജോർദൻ എന്നുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ആൻഡ് മഹേഷേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് ഹൽവയും അതേപോലെ തന്നെ ഒരു പംകിൻ്റെ ഒരു ഡിഷും ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞത് അസാലിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. തിന്നതൊക്കെ ദഹിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയേക്കാണ്. രാവിലെ വന്ന വഴി തന്നെയാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ തിരിച്ച് ഈ ഷോണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടവറിന്റെ മുന്നിലെത്തി. ഇതൊരു മെഡീവൽ ടവറാണ്. പണ്ട് പക്ഷേ ഇതൊരു ഫോർട്ടായിരുന്നു. പക്ഷെ ഇപ്പം ബാക്കിയുള്ളത് ആകെ ഈ ഒരു ടവർ മാത്രമാണ്. ഒരു 35 meter ഹൈറ്റ് ഉള്ള ഒരു ടവറാണ്. എന്നിട്ട് നമ്മൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ കയറിയിട്ടുള്ള അതേ സ്റ്റെയറൊക്കെ ഇറങ്ങി താഴെ എത്തി. സ്റ്റോർട്ടോർഗെറ്റിലെത്തി. ഈ പറഞ്ഞ പോലെ ടൂലിപ്സ് ഒക്കെ എല്ലായിടത്തിലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഈ ടൂലിപ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ നേരെ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ കടലിനടുത്തേക്കാണ്. അവിടെ ഒരു ഹാർബർ ഉണ്ട്. അങ്ങോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്നും പറഞ്ഞല്ലോ. ഞാൻ അന്ന് ഒരു പ്രാവശ്യം വന്നത് ആക്ച്വലി സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ആൻഡ് സ്കൈ അന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ഇവിടെ അടുത്തായിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പും ഉണ്ട്. നമുക്ക് അങ്ങോട്ടും പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ നടക്കുകയാണ്. ഒരു ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഹാർബറിൻ്റെ സൈഡിൽ കൂടി നടക്കാൻ നല്ല രസമാണ്. പക്ഷെ അന്ന് അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ബട്ട് എന്നാലും ഇതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. ഒത്തിരി ബോട്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ ഈ വെള്ളം കണ്ട എനിക്കൊരു ഇഷ്ടം കൂടുതലാണ്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നതിനിടയിൽ പല ടൈപ്പ് ഓഫ് കാറുകൾ കണ്ടു. അങ്ങനെ പലതും ഉണ്ടായിട്ടോ. ആൻഡ് നമ്മൾ നേരെ വന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. നല്ല ഐസ്ക്രീം ആയിരുന്നു. നല്ല ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. ഞാൻ വാങ്ങിച്ചത് കുക്കീൻ്റെ ഒരു ഐസ്ക്രീമാണ്. അപ്പം ആദ്യമൊക്കെ വേറൊരെണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഐസ്ക്രീം വാങ്ങിയ ശേഷമാണ് നമുക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി പോയത്. അപ്പാട് തണുക്കുക, കൈ തണുക്കുക ഒക്കെ
തണുക്കായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആ ഐസ്ക്രീം മുഴുവനായിട്ട് ഇരുന്ന് കഴിച്ചു. അങ്ങനെ പിന്നെയും കഥയൊക്കെ പറഞ്ഞ് അതിലൂടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അസാല പറഞ്ഞത് അവിടെ ഒരു ഹീറ്റിംഗ് ബെഞ്ച് ഉണ്ടെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് നടന്നു. കൈയൊക്കെ അപ്പാട് തണുക്കാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ വന്നിട്ടിരുന്നു. ആ ഹീറ്റിംഗ് ബെഞ്ചിന്റെ ഓപ്പോസിറ്റ് ഉള്ള വ്യൂ ആണ് ഇത്. കുറേ ഇങ്ങനെ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും വന്നിരുന്നു. ഇത് എലന, ആളുടെ ആതിരേൻ്റെ അസാലേൻ്റെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം ഏതാണ്ട് റാപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞു വാവ നടന്നു വരുന്നുണ്ടോ. സോ ബേസിക്കലി ഇതാണ് എൻ്റെ ഒരു 1 ഡേ ട്രിപ്പ് ടു ഹെൽസിംഗ്ബറി ഉണ്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. വളരെ ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വ്ളോഗ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ അന്നത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ദിവസം കഴിഞ്ഞു. ഞാൻ ഹെൽസിംഗ്ബറിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചത് എല്ലോൺ സെൻട്രലിലെത്തി എൻ്റെ വീട്ടിലോട്ട് പോവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.